ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ SIT ഇപ്പോൾ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ലഭിച്ചിട്ടുള്ള 500 ഗ്രാമിന് മുകളിലുള്ള സ്വർണം മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ പറയുന്ന ശബരിമലയിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അത് എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം, ആ ഒരു സ്വർണ്ണപ്പാളികൾ എവിടെ കൊണ്ടുപോയാണ് ഈ പ്രതികൾ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മറച്ചു വിറ്റിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും എവിടെയും ആർക്കും അറിയാതിരിക്കുന്ന ഒരു രഹസ്യമായി തന്നെ നിലകൊള്ളുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പ്രതികൾ ആരും തന്നെ ഈ ചോദ്യം ചെയ്യലുമായിട്ട് യോജിച്ചു പോകുന്നില്ല, അല്ലെങ്കിൽ അനുകൂലിക്കുന്നില്ല, അല്ലെങ്കിൽ സഹകരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സ്വർണങ്ങളൊക്കെ ഇനി ഏതെങ്കിലും നേതാക്കന്മാരുടെ വീട്ടിൽ ഇങ്ങനെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ശരിക്കും ഇത് എവിടെയാണ് പോയത് എന്നതിനെ പറ്റി വ്യക്തമായ ധാരണ SIT സംഘത്തിന് ഇല്ലാത്തതുപോലെ തന്നെ നമുക്കും ഇല്ല എന്നുള്ളതാണ്. ആദ്യം 4 കിലോ സ്വർണമാണ് അവിടെ നിന്ന് കടത്തിയത് എന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നീട് അത് 500 കോടിയുടെ ഇടപാട് നടന്നു എന്നുള്ള രീതിയിൽ വന്നിരുന്നു. ഇപ്പൊ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച ഒരു വിദേശ വ്യവസായി ഉണ്ടായിരുന്നു. ആ വിദേശ വ്യവസായിയുടെ മൊഴി എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ നിർണായകമായ പല കാര്യങ്ങളുമുണ്ട്. അതിലൊന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരു ഉന്നത നേതാവും ഒരു ഉന്നതനും അതുപോലെ തന്നെ ഒരു ദാവൂദ് മണി എന്ന് പറയുന്ന ഒരു വ്യക്തിയും തമ്മിൽ തിരുവനന്തപുരത്ത് വെച്ച് 2020 ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നും അവിടെ വെച്ചാണ് ഈ സ്വർണം കൈമാറിയതെന്നും 500 കോടിയുടെ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നുമൊക്കെ ഈ വിദേശ വ്യാപാരി മൊഴി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ പുറകെ പോകുന്നുണ്ട്. പക്ഷേ ഈ ദാവൂദ് മണി ഡി മണി ആരാണ് എന്ന കാര്യത്തിൽ അവിടെയും വ്യക്തത വന്നിട്ടില്ല. ഈ ഉന്നതന്റെ പേരും പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ ഈ പറയുന്ന ഇതിനുള്ളിൽ ഇപ്പോഴുള്ള 3 പ്രധാന ആൾക്കാരാണുള്ളത്. ഇപ്പൊ SITയുടെ മുന്നിൽ അന്വേഷണം വഴിതിരിച്ചുവിടുന്ന 3 പേരാണുള്ളത്. അതിലൊന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിന്നെ പങ്കജ് ഭണ്ഡാരിയും പിന്നെ ഒരു ഗോവർദ്ധനുമാണ്. ഈ ഗോവർദ്ധൻ കുറച്ച് സ്വർണം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 400 ഗ്രാമോളം സ്വർണം SIT സംഘത്തിന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തിട്ട് പറയാണ്, ഇതാണ് അവിടെ നിന്ന് എടുക്കാൻ തന്നതിന്റെ ബാക്കി സ്വർണം എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ ശബരിമലയിലെ സ്വർണത്തിന്റെ സാമ്പിളും ഇതും കൂടെയൊക്കെ ആയിട്ട് നമ്മുടെ VSSCയുടെ മെറ്റലർജി ഡിപ്പാർട്ട്മെന്റിൽ പരിശോധനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കുന്ന ഇതാണ്, ഗോവർദ്ധൻ തൊണ്ടി മുതൽ നേരിട്ട് SITയുടെ കൊടുത്തിട്ട് ഇതാണ് സാധനം എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിന്റെ പുറകെ ഇപ്പൊ ആദ്യത്തെ കുറച്ച് നാള് ഉണ്ണികൃഷ്ണൻ പോറ്റി കുറെ കറക്കി SIT സംഘത്തെ. അവിടെ കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്നു, അവിടെ തെറ്റിക്കുന്നു, ഇവിടെ തെറ്റിക്കുന്നു, എന്നിട്ട് വീണ്ടും പെങ്ങടെ വീട്ടിൽ പോകുന്നു, അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഒരു വഴിതെറ്റിക്കൽ സ്ട്രാറ്റജി നടക്കുന്നുണ്ട് ഇതിനിടയിൽ. അതെ, ഈ ഒരു അന്വേഷണ സംഘത്തിന് ഇനി 3 ആഴ്ച മാത്രമാണ് നമുക്ക് കാലാവധിയായിട്ട് കണക്കാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ഇത് തെളിയിക്കണം എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഈ ഒരു 400 ഗ്രാം അല്ലെങ്കിൽ 500 ഗ്രാം സ്വർണം നൽകിയപ്പോൾ സ്വർണത്തെക്കാൾ ഉപരി ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത് നമുക്കറിയാം ആ ഒരു മെറ്റലിനുള്ള വാല്യൂവിനേക്കാൾ കൂടുതലാണ്. സ്പിരിച്വൽ വാല്യൂ അത്രത്തോളം അതിന് കൂടുതലായതുകൊണ്ട് തന്നെ ഈ 500 കോടിയുടെ ഡീൽ എന്ന് പറയുമ്പോൾ 500 കോടി തന്നെ കുറവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ശബരിമലയിലെ സ്വർണം എന്ന് പറയുമ്പോൾ അതിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ ഭക്തിപൂർവ്വം കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ പഞ്ചലോഹ വിഗ്രഹമൊക്കെ പോലെയൊക്കെ അത്രത്തോളം. അതുപോലെ തന്നെ പഞ്ചലോഹ വിഗ്രഹങ്ങളും അവിടെ നിന്ന് കടത്തിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പഞ്ചലോഹ വിഗ്രഹങ്ങൾ, മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങൾ എല്ലാം തന്നെ അവിടെ നിന്ന് കടത്തിയിട്ടുണ്ട്. അപ്പൊ ഞാനും രാഹുലും കൂടി ഇതിനെപ്പറ്റി സംസാരിക്കായിരുന്നു. അപ്പൊ രാഹുൽ പറയാണ്, ഈ പഞ്ചലോഹ വിഗ്രഹമൊക്കെ ബാഗിലിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അത്രയും വലിയൊരു സാധനം അവിടെ നിന്ന് ഇറക്കിയെങ്കിൽ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇതിൽ പങ്കുണ്ടാവില്ല. അതെ, തീർച്ചയായും എല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമായിരിക്കാം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഗോവർദ്ധനാണെന്ന് തോന്നുന്നു, ആരോ ഒരു 4 പവന്റെ സ്വർണ്ണമാല അവിടെ ഒരു കുറ്റബോധം കാരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ആ 4 പവൻ സ്വർണ്ണമാലയുടെ വിവരം രേഖപ്പെടുത്താൻ അവർ എത്രയോ വർഷം കഴിഞ്ഞാണ് അവിടെ രേഖപ്പെടുത്തിയെന്നുള്ളതാണ്. അവിടെ മൊത്തത്തിലൊരു തിരിമറി നടക്കുന്നുണ്ട്. ഇപ്പോൾ ദേവസ്വം ബോർഡ് ഉള്ളതും അവിടുത്തെ ഉദ്യോഗസ്ഥരെ അവിടെ നിയമിച്ചിട്ടുള്ളതും അവിടുത്തെ കാര്യങ്ങൾ സുഗമമായി നടക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷെ അത് നടക്കുന്നില്ല. അവിടെ കൃത്യമായി എന്തൊക്കെ വരുന്നുണ്ട്, എന്തൊക്കെ പോകുന്നുണ്ട്, എന്തൊക്കെ കാണിക്കയായി ലഭിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ സംഭാവനയായോ ഒക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി വ്യക്തമായ രേഖകൾ ശബരിമലയിൽ ഇപ്പോൾ ഇല്ല. അല്ല, ശബരിമല എന്ന് പറയുന്ന അത്രത്തോളം പവിത്രമായ അല്ലെങ്കിൽ അത്രത്തോളം ഈ പറയുന്നത് പോലെ വിശ്വാസികളുടെ, ഏതൊരു മതം എന്ന് എടുത്ത് പറയുന്നില്ല, വിശ്വാസികൾ അത്രത്തോളം ആരാധിക്കുന്ന ഒരു സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത്. അവിടെ നിന്നും ഒരു തരി മണ്ണ് കളവായിട്ട് പോയാൽ പോലും, അതായത് മോഷ്ടിക്കപ്പെട്ടു പോയാൽ, അല്ലാതെ ഈ പറയുന്ന ആരാധനയോടുകൂടി ഒരു പിടി മണ്ണെടുത്തിട്ട് പോകുന്നത് പോലെയല്ല, അവിടെ നിന്ന് കട്ടുകൊണ്ട് പോകുന്നതിന്റെ വ്യത്യാസം വേറെ തന്നെയാണ്. ആ ഒരു രീതിയിലാണ് ഈ പറയുന്ന വിഗ്രഹങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന സ്വർണ്ണപ്പാളി പോലുള്ള ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ അവിടെ നിന്ന് കാണാതെയാകുമ്പോൾ, അതും ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, വലിയ വലിപ്പമുള്ള സാധനങ്ങൾ അവിടെ നിന്ന് കാണാതെയാകുമ്പോൾ സ്വാഭാവികമായും അവിടെ ഏത് സമയത്ത് എങ്ങനെ കണ്ണ് വെട്ടിച്ചു എന്നുള്ളത് അത്ഭുതം തന്നെയാണ്. ചെറിയ സാധനമല്ലോ. കഴിഞ്ഞ ദിവസം രോഹിതേട്ടൻ പറയുന്നുണ്ടായിരുന്നു, അവിടെ പൊട്ടിച്ച തേങ്ങയുടെ ഒരു ചിരട്ട കഷ്ണം പോലും എടുത്തുകൊണ്ട് പോവാന്ന് പറഞ്ഞാല് അത് അത്രയും ദുഷ്കരമായ കാര്യമാണ്. അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഇപ്പോൾ വിശ്വാസി സമൂഹത്തോട് മാത്രമല്ല കേരളത്തോട് മുഴുവൻ
ഇടത് സർക്കാർ, ഇപ്പോൾ നിലവിലുള്ള സർക്കാർ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയും വലിയൊരു കൊള്ള നടന്നിട്ടുണ്ട്. അതിന് ഈ പറയുന്ന കേരളത്തിലുള്ള എല്ലാ ജനങ്ങളോടും ഉത്തരം പറയേണ്ട ബാധ്യസ്ഥത അവർക്കുണ്ട്. അതെ, ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റി 2019 കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ഈ ഒരു സ്വർണ്ണപ്പാളി അത് തന്നെയാണോ പിന്നീട് തിരിച്ചു കൊണ്ടുവന്നത് എന്നുള്ളത് തുടക്കം മുതലേ ഉള്ള സംശയമാണ്. അതിനപ്പുറത്തേക്ക് ഈ ഗോവർദ്ധൻ നൽകിയിട്ടുള്ള ഈ ഒരു 400 മുകളിൽ ഗ്രാം ഉള്ള സ്വർണ്ണമുണ്ടല്ലോ, അതുപോലും ശബരിമലയിലേതാണോ എന്നുള്ളത് ഇതുവരെ തെളിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലും ശബരിമലയിൽ നിന്നുള്ളതല്ല എന്നാണെങ്കിൽ പിന്നീട് SIT വലിയ രീതിയിൽ പെടുമെന്നുള്ളത് തന്നെയാണ്. കാരണം 3 ആഴ്ച കൊണ്ട് ഇനി എന്ത് ചെയ്യും? ആദ്യം മുതലേ തുടങ്ങണം. കാരണം ഈ കിട്ടിയിരിക്കുന്ന 500 ഗ്രാം സ്വർണം ശബരിമലയിലേതല്ലെങ്കിൽ പിന്നീട് ഈ അത്രത്തോളം സ്വർണം എവിടെ നിന്ന് ഇവർ കണ്ടെത്തും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനപ്പുറം ഇത് കേരളത്തിൽ നിന്ന് പോയി കാണുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇത് പിടിക്കപ്പെടില്ല എന്ന അത്രയും കോൺഫിഡൻസോട് കൂടിയുള്ള ഒരു കേസായിരുന്നു ഇത്. ഒരു ശബരിമല അയ്യപ്പ സംഗമം ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ഇത് പുറത്തു വരാതെ ഇരുന്നതിന് ഒരു പക്ഷേ അത്രത്തോളം വിവാദമാകുന്ന ഒരു കേസായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ കളവായി കൊണ്ടുപോയ ഈ പറയുന്ന തൊണ്ടി മുതൽ എന്ന് പറയപ്പെടുന്ന സാധനങ്ങൾ പലപ്പോഴും പലയിടങ്ങളിലുമായി എത്തിക്കാണണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ നേരത്തെ മേഘ സൂചിപ്പിച്ചതുപോലെ ഇത്രയും സ്വർണം അങ്ങോട്ട് കൊടുത്ത് ഇതാണ് തൊണ്ടി മുതൽ എന്ന് പറയുമ്പോൾ അവിടെയും സംശയം കൂടുതൽ നിഴലിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ ആദ്യ ഘട്ടത്തിൽ ശബരിമലയിൽ 4 കിലോ സ്വർണം പോയി എന്ന് പറയുന്ന ഘട്ടത്തിൽ നമ്മളെല്ലാവരും ഉന്നയിച്ചൊരു സംശയമുണ്ട്. ഒരു 4 കിലോ സ്വർണത്തിന് വേണ്ടി ഇത്ര വലിയ തിരിമറി കാണിക്കുമോ? അത് ശബരിമല പോലൊരു സ്ഥലത്ത് കയറി 4 കിലോ സ്വർണത്തിന് വേണ്ടി ഇങ്ങനെ കാണിക്കും എന്നുള്ള കാര്യം. പക്ഷെ ഇപ്പോഴാണ് ഇതിന്റെ ബാക്കിയുള്ള സത്യാവസ്ഥകൾ മറനീക്കി പുറത്തു വരുന്നത്. 4 കിലോ സ്വർണം മാത്രമല്ല, പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്, അതുപോലെയുള്ള മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങൾ. എനിക്ക് തോന്നുന്നു ഇവരുടെ രേഖകൾ കൃത്യമല്ലാത്തത് കൊണ്ട് തന്നെ പല സാധനങ്ങളും ഇതുപോലെ പലരും കടത്തിയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറം അവിടെ ഉണ്ടായിരുന്ന പല ഉദ്യോഗസ്ഥരും ഇതിന്റെ പങ്ക് പറ്റി കാണണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കത് വ്യക്തമാണ്. കാരണം പത്മകുമാറിനെതിരെയോ YN വാസുവിനെതിരെയോ പാർട്ടി നടപടി എടുക്കാതിരിക്കുന്നു. അതിൽ ഇവർക്കൊക്കെ എന്തൊക്കെയോ അറിയാം, എന്തൊക്കെയോ ഭയക്കുന്നുണ്ട്, ഇവരുടെ വായിൽ നിന്ന് എന്തൊക്കെയോ വരും എന്നുള്ള ഭയം നേതാക്കൾക്കെല്ലാം ഉണ്ട് എന്ന് തന്നെയാണ്. ഇന്നിപ്പോ ഈ നേതാക്കന്മാരെല്ലാം ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു. കാരണം ഭരണത്തിലിരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് അവർക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല. മന്ത്രിമാരായിരിക്കുന്ന വ്യക്തികളെയും നമ്മൾ സിനിമയിലേക്ക് കാണുന്നത് പോലെ മന്ത്രിയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ അതൊക്കെ അവരുടെ ഉള്ളിൽ ഭയം ഉണ്ടാകും സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് തന്നെ എങ്ങനെയും ഈ പറയുന്ന ഒരു നിയമസഭ കഴിയുന്നത് വരെയെങ്കിലും ഇവരെ കൊണ്ട് മറുപടി പറയിക്കാതെ, അല്ലെങ്കിൽ SIT കൊണ്ട് ഈ പറയുന്ന സത്യാവസ്ഥ എന്താണെന്ന് തെളിയിക്കാൻ സാധിക്കാതെ ഇരിക്കണം എന്നുള്ളത് അവരുടെ ആവശ്യം തന്നെയാണ്. പക്ഷേ എങ്ങനെയാണ് ഈ ടെലിപ്പതി കണക്ട് ആവുന്നതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. കാരണം ജയിലിൽ കിടക്കുന്ന ഈ പറഞ്ഞ 3 പ്രതികളും ഒന്നും പുറത്തു പറയാതിരിക്കുന്നു. പുറത്തു നടക്കുന്ന നേതാക്കന്മാരുടെ ആഗ്രഹം പോലെ തന്നെ അവർ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ മുൻപേ പ്ലാൻഡ് ആയിരുന്നു എന്നുള്ളത് സംശയം തന്നെയാണ്. ഇനിയുള്ള ഓരോ മണിക്കൂറും SITക്ക് ക്രൂഷ്യലാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തെളിവുകൾ ശേഖരണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രതികളുടെ മൊഴിയെടുക്കൽ, അവരൊക്കെ ഇനിയെങ്കിലും സഹകരിച്ചില്ലെങ്കിൽ SIT മാത്രമല്ല, ഇനിയിപ്പോ അന്വേഷണ സംഘം മാറി പുതിയൊരാൾ വരേണ്ടി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.